എന്റെ വാപ്പ മരണപ്പെട്ടു പോയി. ഉമ്മ പാവാണ്. മരണപ്പെട്ടു പോയ വാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് സൽമാൻ ആ സദസ്സില് പൊട്ടിക്കരഞ്ഞപ്പോ ഞങ്ങളുടെ മാത്രല്ല ആ കണ്ടു നിന്ന അവിടെയുള്ള എല്ലാവരുടെയും നെഞ്ചൊന്ന് പറഞ്ഞിട്ടുണ്ടാവും. Apa ini അതൊക്കെ കഴിഞ്ഞ് അടുത്ത ആഗ്രഹം സൽമാൻ പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാല് കൂടെ നടക്കുന്ന എന്റെ ഡി കെക്ക് ഒരു പെണ്ണ്, ഡി കെ പാവാണ്, ഡി കെ ഉമ്മ പാവാണ്, ഡി കെക്ക് ഒരു പെണ്ണ് വരുമ്പോ അതായത് എന്റെ കല്യാണം, അതാണ് അവന്റെ അടുത്ത ആഗ്രഹം. അമിതമായി നമ്മുടെ മനസ്സിൽ സന്തോഷം വന്നു കഴിഞ്ഞാല് സങ്കടവും വരും. അത് ദുഃഖം കൊണ്ടോ വിഷമം കൊണ്ടോ ഒന്നുമല്ല, സന്തോഷം കൊണ്ടുള്ള ഒരു സങ്കടം. ആ ഒരു ഫീലായിരുന്നു എനിക്കപ്പോ. അതെന്റെ കല്യാണം എന്ന് പറഞ്ഞ് കേട്ടതുകൊണ്ടല്ല കേട്ടോ. ആഗ്രഹങ്ങൾ പറയാൻ അവസരം ലഭിച്ചു കഴിഞ്ഞാല് 90% ആൾക്കാരും സെൽഫായി ചിന്തിച്ചിട്ട് എനിക്ക് അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം, അത് വേണം, ഇത് വേണം എന്ന് പറയുന്ന ഈ കാലഘട്ടത്തില് അത്രയും മഹത്തായ ഒരു വേദിയിൽ വെച്ച് സൽമാന്റെ പ്രധാനപ്പെട്ട ആഗ്രഹം കണ്ണിന്ന് കണ്ണുനീര് വീഴ്ത്തി പറഞ്ഞത് എന്റെ കല്യാണമാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നോക്കിക്കാണുന്ന ആ പോയിന്റ് എന്റെ കല്യാണോ പെണ്ണ് കിട്ടലോ കെട്ടലോ അതൊന്നുമല്ല. അവന്റെ മനസ്സിൽ എന്റെ കാര്യങ്ങളിലുള്ള ആ കരുതലും എന്നോട് കാണിക്കുന്ന ആ സ്നേഹവും അവന്റെ മനസ്സിൽ എനിക്ക് തരുന്ന ആ ഒരു സ്ഥാനവുമാണ് ഞാൻ അവിടെ നോക്കിക്കണ്ടത്. സൽമാന്റെ ഉപ്പ മരണപ്പെട്ടു പോയിട്ട് സൽമാൻ ഇവിടെ വന്ന് വിതുമ്പി കരയണമെങ്കിൽ സൽമാൻ ഇടയ്ക്ക് പറഞ്ഞു സൽമാന്റെ ഉമ്മ പാവാണ്, ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണം, ഉമ്മ നൗഷാദ് ഉസ്താദിനോട് ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറയണമെന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതൊക്കെ സൽമാൻ ഇവിടെ പറഞ്ഞു. പിന്നെ അതിന്റെ കൂട്ടത്തിൽ സൽമാന്റെ കൂടെ വന്നവനെ കുറിച്ചാണ് കൂടുതലും പറഞ്ഞത്. അപ്പോ അവന്റെ കല്യാണം നടക്കണം, ഡി കെ അല്ലേ, നോക്കട്ടെ, കൈവക്കടാവുണ്ട്, കല്യാണം നടക്കണ്ടേ. അപ്പോ അവന്റെ കല്യാണം നടക്കാൻ സൽമാന്റെ വലിയ ആഗ്രഹമാണ്. അതിനുവേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് കൂടെ വന്ന് സഹകരിച്ച മുഴുവൻ ആളുകളുടെയും പേരും അവരുടെ ആവശ്യങ്ങളൊക്കെ സൽമാനോട് പറഞ്ഞു. അതാണ് സൽമാനെ സ്നേഹിച്ചാൽ സൽമാൻ തിരിച്ച് സ്നേഹിക്കുന്നത്. അവിടെ നിഷ്കളങ്കമായ സ്നേഹമാണ്.